അമ്മമാരെ നല്ല പെണ്ണ്. വിവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആഭരണം കണ്ടിട്ടും പുരട്ടാൻ മാത്രമുള്ള ഫേഷ്യൽ ക്രീമിന്റെ ആ ഭംഗി കണ്ടിട്ടുവാ. നിങ്ങളെ ഭംഗി കണ്ടിട്ട് ഒരാണുങ്ങളെ നോക്കുന്നുണ്ടേ ഓൻ പൊട്ടനാ. കാരണം പെണ്ണിന്റെ മൊഞ്ചോളം മനസ്സിനാ. അതോളെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ. അങ്ങനെ കുടുംബത്തിൽ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ കുടുംബം സ്വർഗം പോലെ ആണുങ്ങൾ കൊണ്ടടക്കും. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പം ബൈപ്പാസിന്റെ സൈഡിൽ ഈ മഴ കൊണ്ടുകൊണ്ട് ഒരുത്തൻ 80 ഉറുപ്പ്യന്റെ ബിരിയാണിന്റെ പെട്ടി കാണിച്ച് വിലപേശുക, 40 ഉറുപ്പ്യന്റെ മാസ്കും പിടിച്ചോൻ വെയിൽ കൊള്ളുക, ഓൻ മഴ കൊള്ളുക. മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ഓൻ നാട്ടിക്ക് പൈസ അയക്കുക. എന്തുകൊണ്ടാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നറിയോ? ഉമ്മാരെ നിങ്ങൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. നിങ്ങൾ ഇപ്പോഴും ധരിച്ചതൊരാണിന്റെ വേർപ്പ, നിങ്ങൾ ഇപ്പോഴും കഴിക്കുന്നതൊരാണിന്റെ ത്യാഗ. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആണിന് ആയുസുള്ളതുകൊണ്ടാണ്. ആ ജീവിച്ചിരിക്കുന്ന ആണിനൊരു മനസ്സമാധാനം കൊടുക്കാനും ഓന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് സന്തോഷം കൊടുക്കാനും പറ്റിയിട്ടില്ലേ? നാട്ടിൽ ഏതാണുങ്ങളെ മനസ്സിൽ രോമാഞ്ചം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ്. അവന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണുന്നവളാണ്. അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഭാര്യയുമാകാൻ സഹോദരി